ആഭരണങ്ങൾ വിൽക്കാനോ പണയം വെക്കാനോ കൊണ്ടുപോയതാണെങ്കിൽ അത് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളാണെന്ന് സച്ചിയും രേവതിയും തിരിച്ചറിയുമെന്നും അതോടെ എല്ലാം അവസാനിക്കുമെന്നും ചന്ദ്രമതി സുധിയോട് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നു. ഇതേസമയം സച്ചിയും രേവതി അവിടെ എത്തുകയും പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നും അച്ചമ്മയുടെ പിറന്നാളാഘോഷം കഴിയുന്നതുവരെ ക്ഷമിക്കണമെന്നും രേവതി സച്ചിയോട് പറയുന്നു. തുടർന്ന് അകത്തെത്തുന്ന സച്ചി സുധീനെ രൂക്ഷമായി നോക്കുന്നതോടെ സുധി പേടിച്ചു പോവുകയും ഇവന്റെ നോട്ടത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന് ചിന്തിച്ച് അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ശേഷം സച്ചിയുടെ മാറ്റം കാണുന്ന രവീന്ദ്രൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലെന്ന് സച്ചി പറയുന്നു. പിന്നീട് മുറിയിലെത്തുന്ന സുധിയുടെ ടെൻഷൻ കണ്ട് കാര്യം തിരക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ് സുധി കുളിക്കാനായി പോകുന്നു. ഇതേസമയം ആദിമോൻ സുധീനെ വിളിച്ച് വിശേഷങ്ങൾ പറയുകയും എനിക്ക് അമ്മേനെ കാണണമെന്നും പറയുമ്പോൾ ഉടനെ വരാമെന്ന് ശ്രുതി പറയുന്നു. ഇതിനിടയിൽ കുളി കഴിഞ്ഞെത്തുന്ന സുധി ആരാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ശ്രുതി രക്ഷപ്പെടുന്നു. തുടർന്ന് പിറന്നാളിന് അച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ പറ്റി ഇരുവരും ചർച്ച ചെയ്യുന്നു. പിന്നീട് അച്ചമ്മയുടെ പിറന്നാളിന് വർഷ ഒരു ഫോണും ശ്രീകാന്ത് സ്പെഷ്യലായിട്ടൊരു കേക്കും ഉണ്ടാക്കി കൊടുക്കാനായി തീരുമാനിക്കുന്നു. ഇതിനിടയിൽ രേവതി സച്ചിയും ലക്ഷ്മി അമ്മേനെ വിളിച്ച് അച്ചമ്മയുടെ പിറന്നാളാഘോഷത്തിന് ക്ഷണിക്കുന്നു. ശേഷം അച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ പറ്റി പറയുന്ന ലക്ഷ്മി അമ്മയോട് ഒന്നും വാങ്ങണ്ടെന്നും നിങ്ങൾ വന്നാൽ തന്നെ അച്ചമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുമെന്നും സച്ചി പറയുന്നു. ശേഷം സച്ചിയും രേവതിയും അച്ചമ്മയുടെ പിറന്നാളിന് അച്ചമ്മ ഒരിക്കലും മറക്കാത്തൊരു ഗിഫ്റ്റ് തന്നെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. പിന്നീട് അച്ചമ്മേനെ കൂട്ടാൻ ചെല്ലുന്ന സച്ചിയുടെ മുഖത്തെ മാറ്റം കണ്ട് അച്ചമ്മ കാര്യം തിരക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.